ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ മാർച്ച് 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ആ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ 2024 14ാമത് CV ശ്രീരാമൻ ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? VM മൃദുൽ. VM മൃദുലിനാണ് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ 2024 14ാമത് CV ശ്രീരാമൻ ചെറുകഥാ പുരസ്കാരം ലഭിച്ചത്. VM മൃദുലിൻ്റെ ജലശയ്യയിൽ കുളിരമ്പിളി എന്ന കഥയ്ക്കാണ് CV ശ്രീരാമൻ ചെറുകഥാ പുരസ്കാരം ലഭിച്ചത്. സൗദി അറേബ്യയിലെ അൽ നസർ ക്ലബിൻ്റെ ഏത് താരത്തിനാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഒരു മത്സരത്തിൽ വിലക്കും പിഴയും ശിക്ഷയായി ലഭിച്ചത്? ക്രിസ്ത്യാനോ റൊണാൾഡോ. സൗദി അറേബ്യയിലെ അൽ നസർ ക്ലബിൻ്റെ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഒരു മത്സരത്തിൽ വിലക്കും പിഴയും ശിക്ഷയായി ലഭിച്ചത്. ഏത് ഫ്രഞ്ച് ഫുട്ബോൾ താരത്തിനാണ് ഇറ്റാലിയൻ ദേശീയ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി 4 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയത്? പോൾ പോഗ്ബ. പ്രശസ്ത ഫ്രഞ്ച് ഫുട്ബോൾ താരമായ പോൾ പോഗ്ബയ്ക്കാണ് ഇറ്റാലിയൻ ദേശീയ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി 4 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയത്. പ്രഥമ യുവേഫ വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? സ്പെയിൻ. സ്പെയിനാണ് പ്രഥമ യുവേഫ വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം. ഫൈനലിൽ ഫ്രാൻസിനെയാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയത്. വനിതാ ലോകകപ്പ് കിരീടം നേടിയ ടീമും സ്പെയിനാണ്. കഴിഞ്ഞ വർഷത്തെ യുവേഫ പുരുഷ നേഷൻസ് ലീഗ് കിരീടം നേടിയ ടീമും സ്പെയിൻ തന്നെയാണ്. മഹാകവി കുമാരനാശാന്റെ സ്മരണാർത്ഥമുള്ള നോവൽ കീർത്തി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? TK ഗംഗാധരൻ. TK ഗംഗാധരനാണ് മഹാകവി കുമാരനാശാന്റെ സ്മരണാർത്ഥമുള്ള നോവൽ കീർത്തി പുരസ്കാരം ലഭിച്ചത്. മരണം ജീവിതത്തോട് മന്ത്രിക്കുന്നത് എന്ന നോവലിനാണ് TK ഗംഗാധരന് ഈ പുരസ്കാരം ലഭിച്ചത്. 2022 കണക്കുപ്രകാരം കേരളത്തിലെ ആകെ പുള്ളിപ്പുലികളുടെ എണ്ണം എത്രയാണ്? 570. 2022 കണക്കുപ്രകാരം കേരളത്തിലെ ആകെ പുള്ളിപ്പുലികളുടെ എണ്ണം 570 ആണ്. 2018 650 പുള്ളിപ്പുലികളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് വിഭാവനം ചെയ്ത പദ്ധതി ഏതാണ്? സഹജീവനം സ്നേഹഗ്രാമം പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് വിഭാവനം ചെയ്ത പദ്ധതിയുടെ പേരാണ് സഹജീവനം സ്നേഹഗ്രാമം പദ്ധതി. കേരളത്തിലെ പശുക്കളുടെ പാലിൽ കണ്ടെത്തിയ പൂപ്പൽ വിഷബാധ ഏതാണ്? അഫ്ലാടോക്സിൻ. അഫ്ലാടോക്സിൻ എന്ന പേരുള്ള പൂപ്പൽ വിഷബാധയാണ് കേരളത്തിലെ പശുക്കളുടെ പാലിൽ കണ്ടെത്തിയത്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? കൊച്ചി. കൊച്ചി നഗരത്തെയാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. നാഷണൽ കൾച്ചറൽ സെന്റർ ഫോർ ഹ്യൂമാനിറ്റീസ് ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു സമ്മാൻ നേടിയ വ്യക്തി ആരാണ്? പ്രതാപൻ തായാട്ട്. പ്രതാപൻ
തായാട്ടാണ് നാഷണൽ കൾച്ചറൽ സെന്റർ ഫോർ ഹ്യൂമാനിറ്റീസ് ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു സമ്മാൻ നേടിയ വ്യക്തി. ആലുവയിൽ 1924 മാർച്ച് 2, 3 തീയതികളിൽ നടന്ന ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? സർവമത സമ്മേളനത്തിന്റെ. ആലുവയിൽ 1924 മാർച്ച് 2, 3 തീയതികളിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ 100ാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്. ആലുവ അദ്വൈതാശ്രമത്തിലാണ് സർവമത സമ്മേളനം നടന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിലാണ് പല മത സാരവുമേകം എന്ന സന്ദേശത്തിൽ ഏഷ്യയിലെ ആദ്യ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന സന്ദേശം സമ്മേളന കവാടത്തിൽ എഴുതിവച്ചിരുന്നു. 2024 മാർച്ച് 3 80ാമത് പിറന്നാൾ ആഘോഷിച്ച മലയാളത്തിന്റെ ഗായകൻ ആരാണ്? എം ജയചന്ദ്രൻ. മലയാളത്തിന്റെ പ്രശസ്ത ഗായകനായ എം ജയചന്ദ്രനാണ് 2024 മാർച്ച് 3 80ാമത് പിറന്നാൾ ആഘോഷിച്ച ഗായകൻ. ഡൽഹിയിൽ 2020-21 നടന്ന കർഷക സമരത്തെക്കുറിച്ചുള്ള ഏത് ഡോക്യുമെന്ററിക്കാണ് ബംഗളൂരു അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ വിലക്കേർപ്പെടുത്തിയത്? കിസാൻ സത്യാഗ്രഹ അപ്രൈസൽ ഓഫ് ദി ഇന്ത്യൻ ഫാർമർ. കിസാൻ സത്യാഗ്രഹ അപ്രൈസൽ ഓഫ് ദി ഇന്ത്യൻ ഫാർമർ എന്ന ഡോക്യുമെന്ററിക്കാണ് ഡൽഹിയിൽ ബംഗളൂരു അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. ഡൽഹിയിൽ 2020-21 നടന്ന കർഷക സമരത്തെക്കുറിച്ചുള്ള കിസാൻ സത്യാഗ്രഹ അപ്രൈസൽ ഓഫ് ദി ഇന്ത്യൻ ഫാർമർ എന്ന ഡോക്യുമെന്ററിക്കാണ് ബംഗളൂരു അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. കന്നഡ സംവിധായകൻ കേസരി ഹരവു ആണ് ഈ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത്. റോഡ് സൗകര്യമില്ലാത്ത പ്രദേശങ്ങളിലേക്ക് റോപ്പ് വേ നിർമ്മിക്കുന്നതിന് കേന്ദ്ര റോഡ് ഉപരിതല മന്ത്രാലയം തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? പർവതമാല പരിയോജന പദ്ധതി. റോഡ് സൗകര്യമില്ലാത്ത പ്രദേശങ്ങളിലേക്ക് റോപ്പ് വേ നിർമ്മിക്കുന്നതിന് കേന്ദ്ര റോഡ് ഉപരിതല മന്ത്രാലയം തയ്യാറാക്കിയ പദ്ധതിയുടെ പേരാണ് പർവതമാല പരിയോജന പദ്ധതി. ദേശീയപാത ലോജിസ്റ്റിക് മാനേജ്മെന്റ് ലിമിറ്റഡ് ആണ് ഈ റോപ്പ് വേകൾ നിർമ്മിക്കുന്നത്. കേരളത്തിൽ മൂന്നാർ മുതൽ വട്ടവട വരെയാണ് ആദ്യ റോപ്പ് വേ സ്ഥാപിക്കുന്നത്. ഈ പദ്ധതിയിൽ ഇന്ത്യയിലെ ആദ്യ റോപ്പ് വേ സ്ഥാപിതമാകുന്നത് വാരാണസിയിലാണ്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ ആസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ ആസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി, പ്യൂമ, ജാഗർ, ചീറ്റ തുടങ്ങിയ മൃഗങ്ങളാണ് ബിഗ് ക്യാറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഈ ജീവികളുടെ സംരക്ഷണത്തിനായുള്ള നയരൂപവൽക്കരണം, മാർഗനിർദ്ദേശം, വന്യമൃഗ വേട്ടയ്ക്കെതിരെ പദ്ധതികൾ തയ്യാറാക്കുക എന്നിവയൊക്കെ ഇനി മുതൽ ഇന്ത്യയുടെ ഉത്തരവാദിത്വത്തിലാണ് നടക്കുക. ബീഹാറിലെ 5 പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് സംഘടിപ്പിച്ച റാലിയുടെ പേരെന്താണ്? ജനവിശ്വാസ് മഹാറാലി. ബീഹാറിലെ 5 പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് സംഘടിപ്പിച്ച റാലിയുടെ പേരാണ് ജനവിശ്വാസ് മഹാറാലി. പാകിസ്ഥാന്റെ 24ാമത്തെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ വ്യക്തി ആരാണ്? ഷഹബാസ് ഷെറീഫ്. ഷഹബാസ് ഷെറീഫ് ആണ് പാകിസ്ഥാന്റെ 24ാമത്തെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ വ്യക്തി. രണ്ടാമത്തെ തവണയാണ് ഷഹബാസ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആകുന്നത്.
2022 ഏപ്രിൽ മുതൽ 2023 ഓഗസ്റ്റ് വരെയായിരുന്നു ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആയിരുന്നത്. പാകിസ്ഥാനിലെ PMLN പാർട്ടിയുടെ അധ്യക്ഷനാണ് ഷഹബാസ് ഷെരീഫ്. കേരളത്തിലെ ആദ്യ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനമാരംഭിച്ചത് എവിടെയാണ്? മറയൂർ. മറയൂരിലാണ് കേരളത്തിലെ ആദ്യ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനമാരംഭിച്ചത്. മറയൂർ ചന്ദന ഡിവിഷനിലെ ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റാണ് ആദ്യ ജനമൈത്രി ചെക്ക് പോസ്റ്റായി മാറിയത്. വനവകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ആപ്ലിക്കേഷനാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 2024 കമലദളം അവാർഡ് നേടിയ വ്യക്തി ആരാണ്? പ്രൊഫസർ ഡോക്ടർ ദയാനന്ദ ബാബു. പ്രൊഫസർ ഡോക്ടർ ദയാനന്ദ ബാബുവാണ് 2024 കമലദളം അവാർഡ് നേടിയ വ്യക്തി. ദേശീയ അന്വേഷണ ഏജൻസി NIAക്ക് കേരളത്തിൽ എവിടെയാണ് സ്വന്തമായി ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത്? കൊച്ചി. കൊച്ചിയിലാണ് ദേശീയ അന്വേഷണ ഏജൻസി NIAക്ക് കേരളത്തിൽ സ്വന്തമായി ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത്. സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നതിനായി ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരെന്താണ്? മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന. സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നതിനായി ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരാണ് മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന. ഇന്ത്യയുടെ 2024 സംയുക്ത കമാൻഡർ കോൺഫറൻസ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യയുടെ അറബിക്കടലിലുള്ള വിമാനവാഹിനി കപ്പലുകളായ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവയിൽ വെച്ച്. ഇന്ത്യയുടെ അറബിക്കടലിലുള്ള വിമാനവാഹിനി കപ്പലുകളായ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവയിൽ വെച്ചാണ് ഇന്ത്യയുടെ 2024 സംയുക്ത കമാൻഡർ കോൺഫറൻസ് നടക്കുന്നത്. 2024 മാർച്ചിൽ നടക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിന് നൽകിയ ഏത് പേര് പിൻവലിക്കാനാണ് വൈസ് ചാൻസലർ ഉത്തരവിറക്കിയത്? ഇന്തിഫാദ. 2024 മാർച്ചിൽ നടക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിന് നൽകിയ ഇന്തിഫാദ എന്ന പേര് പിൻവലിക്കാനാണ് വൈസ് ചാൻസലർ ഉത്തരവ് ഇറക്കിയത്. ഉയർന്നുവരുന്ന പ്രതിരോധം എന്നാണ് ഇന്തിഫാദ എന്ന വാക്കിന്റെ അർത്ഥം. 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ ഏതാണ്? തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ സ്റ്റേഷനാണ് 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ. സംസ്ഥാനത്ത് ആദ്യമായി ഏത് സർക്കാർ ആശുപത്രിയിലാണ് സ്ത്രീകൾക്ക് മാത്രമായി ഹൃദ്രോഗ OPക്ക് തുടക്കം കുറിച്ചത്? കാസർഗോഡ് ജില്ലാ ആശുപത്രി. സംസ്ഥാനത്ത് ആദ്യമായി കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലാണ് സ്ത്രീകൾക്ക് മാത്രമായി ഹൃദ്രോഗ OPക്ക് തുടക്കം കുറിച്ചത്. 1 കിലോമീറ്ററിൽ ശരാശരി എത്ര രൂപ വരുമാനം കിട്ടാത്ത സർവീസുകൾ നിർത്തലാക്കാനാണ് KSRTC തീരുമാനിച്ചത്? 28 രൂപ. 1 കിലോമീറ്ററിൽ ശരാശരി 28 രൂപ വരുമാനം കിട്ടാത്ത സർവീസുകൾ നിർത്തലാക്കാനാണ് KSRTC തീരുമാനിച്ചത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഏറ്റവും പുതിയ MH-60 റോമിയോ സീഹോക്ക് ഹെലികോപ്റ്ററുകൾ ഇന്ത്യ വാങ്ങിയത് ഏത് രാജ്യത്തിൽ നിന്നാണ്? അമേരിക്ക. അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ നാവികസേനയ്ക്കായി ഏറ്റവും പുതിയ MH-60 റോമിയോ സീഹോക്ക് ഹെലികോപ്റ്ററുകൾ ഇന്ത്യ വാങ്ങിയത്. ഇന്ത്യൻ നേവൽ എയർ സ്ക്വാഡ്രൺ 334 എന്നാണ്
ഈ ഹെലികോപ്റ്ററുകൾക്ക് ഇന്ത്യ നൽകിയ പേര്? 2024 മാർച്ചിൽ വിപണി മൂല്യത്തിൽ 5-ാം സ്ഥാനം നേടിയ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? SBI. SBI ബാങ്കാണ് 2024 മാർച്ചിൽ വിപണി മൂല്യത്തിൽ 5-ാം സ്ഥാനം നേടിയ ഇന്ത്യൻ ബാങ്ക്. 7 ലക്ഷം കോടി രൂപയാണ് SBIയുടെ വിപണി മൂല്യം. റിലയൻസ്, TCS, HDFC, ICICI ബാങ്ക് എന്നിവയാണ് ആദ്യ 4 സ്ഥാനങ്ങളിലുള്ള കമ്പനികൾ. ബ്ലൂംബർഗിന്റെ കോടീശ്വര പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ജെഫ് ബെസോസ്. ജെഫ് ബെസോസ് ആണ് ബ്ലൂംബർഗിന്റെ കോടീശ്വര പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ബഹുരാഷ്ട്ര കമ്പനിയായ ആമസോണിന്റെ സ്ഥാപകനാണ് ജെഫ് ബെസോസ്. ഇലോൺ മസ്ക് ആണ് 2-ാം സ്ഥാനത്തുള്ള വ്യക്തി. ഇന്ത്യയുടെ മുകേഷ് അംബാനി, ഗൗതം അദാനി എന്നിവർ 11, 12 സ്ഥാനങ്ങളിലാണ് ഉള്ളത്. ലോകത്ത് ബീഫ് കയറ്റുമതിയിൽ 2-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്ത് ബീഫ് കയറ്റുമതിയിൽ 2-ാം സ്ഥാനത്തുള്ള രാജ്യം. ബ്രസീലാണ് ബീഫ് കയറ്റുമതിയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം. ഗർഭഛിദ്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഫ്രാൻസ് ആണ് ഗർഭഛിദ്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം. (2024) സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഏത് ടീമിനോട് തോറ്റാണ് കേരളം പുറത്തായത്? മിസോറാം. മിസോറാം ടീമിനോട് തോറ്റാണ് 2024 സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം പുറത്തായത്. ദളിത് ബന്ധു എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഏത് പ്രശസ്ത എഴുത്തുകാരനാണ് 2024 മാർച്ചിൽ അന്തരിച്ചത്? NK ജോസ്. ദളിത് ബന്ധു എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന പ്രശസ്ത എഴുത്തുകാരനായ NK ജോസ് ആണ് 2024 മാർച്ചിൽ അന്തരിച്ചത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.